ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ജയനാണെങ്കിൽ ദേവേനിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഈ വീട്ടിൻ്റെ കെട്ടുറപ്പ് ഇപ്പോഴും നിലനിൽക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മിടുക്ക് കൊണ്ടാണ്. അതിൽ നല്ലൊരു പങ്ക് നമ്മുടെ നൈനമോൾക്കും ഉണ്ട് എന്ന്. പിന്നീട് അജയനാണെങ്കിലും ചോക്ലേറ്റ് ചന്തുമൊക്കെ കൊടുത്തിട്ട് അമ്മമ്മേരുടെ അടുത്ത് പൊളിച്ച് തരാൻ പറയും എന്ന് പറഞ്ഞിട്ട് അജയനോടൊന്ന് പോകുന്നുണ്ടായിരുന്നേ. ചന്തുമോളാണ് ഈ ചോക്ലേറ്റ് ദേവേനിയുടെ അടുത്ത് കൊടുത്തിട്ട് എനിക്ക് പൊളിച്ച് തരുമോ മുത്തശ്ശി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവേനി ചോദിക്കുകയാണ്, ഞാനെന്തിന് നിനക്ക് പൊളിച്ച് തരണം, നിനക്ക് കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ചന്തുമോൾക്ക് ചോക്ലേറ്റ് ദേവേനി പൊളിച്ച് കൊടുക്കുകയാണ്. ചന്തുമോൾക്ക് ചോക്ലേറ്റ് പൊളിച്ച് വായിൽ ദേവേനി വെച്ച് കൊടുത്തതിന് ശേഷം പറയുകയാണ്, ഞാനാണ് ഈ ചോക്ലേറ്റ് പൊളിച്ച് തന്നേ, നീ ആരോടും പറയില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ചന്തുമോൾ പറയുകയാണ്, ഞാൻ ആരോടും പറയില്ല മുത്തശ്ശിക്ക് ചോക്ലേറ്റ് വേണമെന്ന് ചന്തുമോൾ ചോദിക്കുകയാണ്. അപ്പോൾ ദേവേനി പറയുകയാണ്, ഞാൻ ചോക്ലേറ്റ് കഴിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞല്ലോ, മോള് കഴിച്ചോ എന്ന് പറയുകയാണ്. ദേവേനി മനസ്സിൽ ഓർക്കിന് കുഞ്ഞിൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കുമ്പോഴും എൻ്റെ മനസ്സ് സ്നേഹമാണല്ലോ തോന്നുന്നത്. പിന്നെ അജയനാണെങ്കിലും അനഘയുടെ അടുത്ത് വരുന്നുണ്ടായിരുന്നേ. അബിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായി. ആദർശനും നയനയ്ക്കും ചന്തുമോളെ അവർ സ്വന്തം മോളെ പോലെയാണ് നോക്കുന്നത്. അപ്പോൾ അവർക്കും ഒരു കുഞ്ഞായി. നമ്മുടെ എനിക്ക് എപ്പോഴാണ് ഇനി ഒരു കുഞ്ഞുണ്ടാകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ജാനകി പറയണം, അതിന് ഈ ജന്മത്തിൽ നടക്കത്തില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ അജയൻ ചോദിക്കുക, നീ എന്താ അങ്ങനെ പറഞ്ഞത്? അനിയും അനാമികയും ഇപ്പോഴും നല്ല സ്നേഹത്തിലല്ലല്ലോ അവർ മുന്നോട്ട് പോകുന്നത്. എനിക്കാണെങ്കിൽ ഇപ്പോഴും അനാമികയുടെ അടുത്ത് സ്നേഹമൊന്നുമില്ല, അവനാണെങ്കിൽ നന്ദുവിൻ്റെ പുറകെയല്ലേ നടക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ശരിക്കും നമ്മളുടെ മരുമകളായിട്ട് വരാനുള്ളത് ആ നന്ദു ആയിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ജാനകിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലേ. അച്ഛൻ എപ്പോഴും പറയും, അനിയുടെ വിവാഹ കാര്യത്തിൽ നമുക്ക് പറ്റിയ ഒരു അബദ്ധമാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, അബദ്ധമായത് അത് ഇവിടെ നന്ദു എന്ന് പറയുന്നവളുടെ 2 ചേച്ചിമാരുണ്ടില്ലേ, അവളുകൾ പറഞ്ഞുണ്ടാക്കുന്ന അബദ്ധമാണ്, അല്ലാതെ ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല. സ്വന്തം മരുമകൾ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ കണ്ണിൻ്റെ കാഴ്ച വേണമെന്നൊക്കെ പറഞ്ഞ് അജയൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ജാനകി അതിനുശേഷമാണെങ്കിൽ പിന്നീട് ദേവേനിയാണെ മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് അച്ഛൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കണമെന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, നിനക്ക് ചന്തുമോളുടെ കാര്യമല്ലേ പറയാനുള്ള, നിൻ്റെ അടുത്ത് ഞാനും പറയണമെന്ന് വിചാരിച്ചതാണ്. ആദർശൻ നയനയും ഡോക്ടറെ കാണാൻ പോയിരുന്നല്ലോ, എന്നിട്ട് നീ ഡോക്ടറെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവേനി പറയുകയാണ്, ആദർശിനൊരു കുഞ്ഞുണ്ടാകും, കുറച്ച് താമസിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അത് മനസ്സിൽ കണ്ടിട്ടല്ല ഞാൻ ചന്തുമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അവിടുത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ചന്തുമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആദർശ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ കമ്പനിയുടെ സ്ഥാനം അവനെ ഏൽപ്പിക്കത്തില്ല. ഞാനും അവനായിട്ടുള്ള ബന്ധം അതോടെ തീരും. അനഘയുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതിലെന്തോ ഒരു ചതി ഉണ്ടെന്ന് തോന്നി. ഇതിലാരോ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അനഘയ്ക്കാണെങ്കിൽ എൻ്റെ അടുത്ത് സത്യം തുറന്നു പറയാൻ പറ്റിയില്ല. ആ കുട്ടി അതിനു മുമ്പ് കോമ സ്റ്റേജിലായില്ലേ, അവിടെ ചടങ്ങുകൾ കഴിഞ്ഞ് വരാൻ നിൽക്കുന്ന സമയത്താണ് ചന്തുമോൾ ആദർശിൻ്റെ കയ്യിൽ വന്ന് പിടിച്ചത്, കരഞ്ഞത് എന്ന്. ആ കുഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ അവിടെ വിട്ടിട്ട് ഞങ്ങൾക്ക് വരാൻ തോന്നിയില്ല, അങ്ങനെയാണ് ചന്തുമോളെ കൂടെ കൊണ്ടുവന്നതെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവേനി ചോദിക്കുകയാണ്, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവൻക്കത് പ്രൂവ് ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ ആദർശ സത്യം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നൈനമോൾ ചന്തുമോളെ വിട്ട് കളയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് മുത്തശ്ശൻ ദേവേനിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് കരൾ പകുത്തു തന്ന മോളാണ് നൈനമോൾ, അപ്പോൾ ആ നൈനമോളുടെ സന്തോഷം നീ കാണണമെന്ന് ദേവേനിയുടെ അടുത്ത് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ദേവേനി നിൽക്കുകയാണ്. പിന്നീട് വേണു വെറുതെ ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് വെറുതെ ഇരുന്ന് ചിരിക്കുന്ന, ഒരു കാരണവും ഇല്ലാതെ എന്ന്. മധു സാറാണെങ്കിൽ നന്ദുവിനെ ട്രെയിനിങ് ക്യാമ്പിലിട്ട് വട്ടം കറപ്പിക്കുന്നല്ലോ, അതൊക്കെ ഓർത്താണ് വേണു ചിരിച്ചത്. അതൊക്കെ അനാമികയുടെ അടുത്തും രേവതിയുടെ അടുത്തൊക്കെ പറയുകയാണേ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാവുകയാണേ. എന്നിട്ട് വേണു പറയുന്നുണ്ട്, ട്രെയിനിങ് നടക്കുന്ന സമയത്ത് നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നിരുന്നു. ഈ കോള് കണ്ടപ്പോൾ മധു സാറ് പിടിച്ചു വാങ്ങിച്ചു എന്നിട്ട് അനാമികയുടെ അടുത്ത് വേണു ചോദിക്കുകയാണ്, ആരാ വിളിച്ചതെന്ന് നിനക്ക് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനാമിക പറയുകയാണ്, അത് അനിയായിരിക്കും, പിന്നെ വേറെ ആരാ വിളിക്കാൻ? അത് അനി തന്നെയായിരുന്നു. നിങ്ങളുടെ ദാമ്പത്യം തകർക്കാൻ നോക്കുന്നത് അവളായിരുന്നല്ലോ, അത് ഞാൻ മധുസാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മധുസാറിന് അവളുടെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്. അവിടെ ഇട്ട് അവളെ വട്ടം തിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മധുസാറ് എന്നിടെ അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു, അവളുടെ വലിയ വീഡിയോയും അയച്ചു തന്നിരുന്നു എന്ന്. വീഡിയോസ് ഒന്നും അയച്ചു തന്നിട്ടില്ല, എന്തായാലും അവൾ അവിടെ അധികം നാൾ നിൽക്കില്ല, അവിടെ നിന്ന് മനസ്സും അടുത്ത് വരും എന്നാണ് വേണു പറയുന്നത്. എന്നിട്ട് അനാമികയുടെ അടുത്ത് വേണു പറയുന്നുണ്ടായിരുന്നു, നീ അനിയായിട്ട് ഇനി ഒരു ബന്ധം തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിനു മുമ്പ് നീ അവിടെ നിന്നെല്ലാം വാങ്ങിക്കേണ്ടതെല്ലാം അടിച്ചെടുക്കണം, 1 ഏക്കർ സ്ഥലവും വീടും നിനക്ക് നിൻ്റെ പേരിൽ നിൻ്റെ അമ്മായിയമ്മയുടെ അടുത്ത് പറഞ്ഞ് എഴുതി വാങ്ങിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണേ. അനിയും അച്ഛനൊക്കെ അറിയുമ്പോൾ ഈ കാര്യം എതിർക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് 4 വഴിക്കാക്കിയാൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടപ്പിലാവുമെന്ന് അനാമിക പറയുകയാണ്. പിന്നീട് ആദർശൻ നൈനയും കൂടി ചന്തുമോൾക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ചന്തുമോളാണെങ്കിൽ നൈന അമ്മയെന്ന് വിളിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഓടി വരികയാണ്. അപ്പോൾ ചന്തുമോളെ നൈന എടുത്തിട്ട് മോൾക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച ഡ്രസ്സുകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണേ.
അപ്പോൾ നയന പറയുകയാണ് ഞാൻ എൻ്റെ മോളെ സുന്ദരിയാക്കാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ് ഞാനും കൂടി വരാമെന്ന്. അപ്പോൾ നയന പറയുകയാണ് പെണ്ണുങ്ങൾ ഡ്രസ്സ് മാറുന്നിടത്ത് ആണുങ്ങൾ വരണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ് മോൾ അതിന് ചെറിയ കുട്ടിയല്ലേ എന്ന്. അപ്പോൾ നയന പറയുകയാണ് പെണ്ണുങ്ങൾ ഡ്രസ്സ് മാറുന്നിടത്ത് ആണുങ്ങൾ വരാൻ പാടില്ല എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുകയാണ് ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ല, എനിക്കൊരു ഉമ്മ തന്നാലേ ഞാൻ പോകത്തുള്ളൂ എന്ന്. അപ്പോൾ അതൊക്കെ തരാമെന്ന് പറഞ്ഞ് ചന്തുമോൾ ആദർശിന് ഉമ്മ കൊടുക്കുകയാണ്. ആദർശാണെങ്കിൽ ചന്തുമോൾക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ആദർശ് പറയുന്നുണ്ട് ഡ്രസ്സൊക്കെ മാറി സുന്ദരിയായിട്ട് മോൾ അമ്മമ്മയെ കൊണ്ട് കാണിക്കുക എന്നിങ്ങനെ പറയണേ. അപ്പോൾ ചന്തുമോളുടെ മുഖം അങ്ങ് മാറുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ പേര് പറഞ്ഞപ്പോൾ മോളുടെ മുഖം മാറിയോ ശ്രദ്ധിച്ചോ എന്ന്. എന്നിട്ട് മോളെടുത്ത് പേടിക്കുകയെന്ന് വേണ്ട കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് ആദർശ് പറയും മുത്തശ്ശീനെ മാത്രം കാണിച്ചാൽ പോരെ, എന്നെയും കൂടി കാണിക്കണം, ഇതൊക്കെ വാങ്ങിച്ചാൽ ഞാനാണ് കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു സെലക്ട് ചെയ്തൊക്കെ ഞാനാണ് കേട്ടോ എന്ന്. പിന്നീട് അവർ ഒരുങ്ങാനൊക്കെ പോവുകയാണ്. ഒരുങ്ങിയതിന് ശേഷം ചന്തുമോളെ ദേവേനിയുടെ അടുത്തേക്ക് വിടുകയാണ്. എന്നിട്ടാണെങ്കിൽ മോളിങ്ങനെ വരുമ്പോൾ ദേവേനി ഇങ്ങനെ ചന്തുമോളെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ചന്തുമോൾ ഒരുങ്ങി വന്നപ്പോൾ ദേവേനി മനസ്സിൽ ഓർക്കുകയാണ് മോൾ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ എന്നിങ്ങനെ ഓർത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചന്തുമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് മുത്തശ്ശി, എന്നെ കാണാൻ കൊള്ളാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എനിക്ക് നയനാമ്മ വാങ്ങിച്ച് തന്ന ഡ്രസ്സാണ്, എങ്ങനെ ഇരിക്കുന്നു മുത്തശ്ശി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവേനി പറയണം അതൊക്കെ നീ എന്തിനാ എന്നോട് പറയുന്നതെന്ന്. ദേവേനി പറയണ നിന്നെ നയന മോളായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ചന്തുമോൾ ചോദിക്കുകയാണ് എൻ്റെ ഉടുപ്പ് എങ്ങനെയുണ്ട് മുത്തശ്ശി, കൊള്ളാമെന്നൊക്കെ വീണ്ടും ചോദിക്കുകയാണ്. ഞാൻ എന്തിനാ അതൊക്കെ പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നയന അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് നയനയാണെങ്കിൽ ചന്തുമോളടുത്ത് ചോദിക്കുകയാണ് മോളുടെ ഉടുപ്പ് കണ്ടിട്ട് മുത്തശ്ശി എന്താ പറഞ്ഞതെന്ന്. മുത്തശ്ശി ഒന്നും പറഞ്ഞില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അമ്മേ മോളുടെ ഡ്രസ്സൊക്കെ എന്ന്. അപ്പം ദേവേനി ചോദിക്കുകയാണ് ഞാൻ എന്തിനാ അതിന് അഭിപ്രായം പറയുന്നത്, നീയല്ലേ വാങ്ങിക്കൊടുത്തത് എന്ന്. അമ്മ ഒരു അഭിപ്രായം പറഞ്ഞാൽ മോൾക്കും അത് സന്തോഷമാവുമായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ചന്തുമോളടുത്ത് പോയി കളിച്ചോ എന്ന് പറഞ്ഞ് നയന പറഞ്ഞേക്കുകയാണ്. നയന ദേവേനി അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ ആ കുഞ്ഞിൻ്റെ അടുത്ത് വെറുതെ ദേഷ്യം കാണിക്കുന്ന, അമ്മയുടെ ഉള്ളിൽ ആ ചന്തുമോളടുത്ത് സ്നേഹമാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, പിന്നെ എന്തിനാ അമ്മ ആ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന്. അപ്പോൾ ദേവേനി പറയുകയാണ് ഞാൻ സ്നേഹിച്ച അങ്ങേയറ്റം സ്നേഹിക്കും, വെറുത്താൽ ഞാൻ അങ്ങേയറ്റം വെറുക്കുകയും ചെയ്യും. ഇത്രയും ചെറിയ കുഞ്ഞിനെ അമ്മയ്ക്ക് വെറുക്കാൻ പറ്റുമെന്ന് നയന ചോദിക്കുകയാണ്. അപ്പോൾ ദേവേനി പറയണേ എനിക്ക് അവളുടെ അച്ഛനോടാണ് ദേഷ്യം, വെറുപ്പ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയുകയാണ് അത് ആദർശേട്ടന് ഒരുപാട് വിഷമം ഉണ്ടാക്കുകയാണ് അമ്മയുടെ ഈ സ്വഭാവം. അപ്പോൾ ദേവേനി നയനയുടെ അടുത്ത് പറയുകയാണ് നിനക്കിതിൻ്റെ ആദർശേട്ടൻ്റെ സങ്കടം മാത്രം കണ്ടാൽ മതിയല്ലോ, മറ്റാരുടെയും സങ്കടം നീ കാണണ്ടല്ലോ. പിന്നീട് ആദർശിൻ്റെ നിരപരാധിത്വമാണ് നയന വീണ്ടും തെളിയിക്കാൻ നോക്കുന്നത്. ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെയൊക്കെ പറയുകയാണ് ദേവേനിയുടെ അടുത്ത്. ഇതൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ആദർശാണെങ്കിലും ഭയങ്കര വിഷമത്തോടെ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നയന വന്ന് ചോദിക്കുകയാണ് നമ്മൾ വന്നപ്പോൾ നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടാണല്ലോ വന്ന ആദർശേട്ടൻ, പിന്നെ എന്താ ആദർശേട്ടൻ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ആദർശ് പറയണ അമ്മയുടെ ഈ പെരുമാറ്റമൊക്കെ തന്നെയാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. അമ്മയാണെങ്കിൽ ചന്തുമോൾ എൻ്റെ മോളാണെന്ന് അറിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ഭയങ്കര വെറുപ്പാണ്, എൻ്റെ അടുത്ത് മുഖം പോലും തരുന്നില്ല, അമ്മയുടെ പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നുകയാണ് എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. ഈ വീട്ടിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരെനിക്ക് മുഖം തരാതെ നടക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമാവുകയാണ്. അപ്പോൾ നയന പറയുകയാണ് അമ്മയുടെ സ്വഭാവം എന്താണെന്ന് ആദർശേട്ടന് അറിയാമല്ലോ, അതുകൊണ്ട് അമ്മയുടെ സ്വഭാവം പതുക്കെ പതുക്കെ മാറിക്കോളും, ആദർശേട്ടൻ അതൊന്നും കാര്യമാക്കണ്ട എന്ന്. ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കണമെന്ന് ഇങ്ങനെ ആദർശ് പറയുമ്പോൾ നയന പറയണത് നമ്മൾ കിരണേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അത് പുറത്ത് വരും, നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രം നമ്മുടെ കൂടെ നിന്നാൽ മതി, മറ്റുള്ളവരൊക്കെ ഈ കാര്യത്തിൽ സന്തോഷിക്കട്ടെ എന്ന് നയന പറയുന്നുണ്ടായിരുന്നേ. ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നറിയുമ്പോൾ അമ്മ നമ്മുടെ വഴിക്ക് വന്നോളും, എന്നിട്ട് ചന്തുമോളെയും സ്നേഹിച്ചോളും, അതുകൊണ്ട് ആദർശേട്ടൻ ചന്തുമോളോട് തന്നെ ദേഷ്യമൊന്നും കാണിക്കരുതെന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയണം അതിന് ഞാൻ അവളടുത്ത് ഇപ്പോൾ ദേഷ്യമൊന്നും കാണിക്കുന്നില്ലല്ലോ, ഞാൻ സ്നേഹിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആദർശ് പറയാണ് ചന്തുമോൾ വന്നതിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്നിങ്ങനെ പറയണം. അപ്പം നയന പറയണം ഒരിക്കലുമല്ല, ചന്തുമോൾ വന്നത് നമുക്ക് നേട്ടമാണ്, അത് പിന്നീട് ആദർശേട്ടന് മനസ്സിലായിക്കോളൂ എന്ന്. ഇനിയിപ്പോൾ എന്തായാലും സത്യം പുറത്ത് വന്നാലും ചന്തുമോളെ നമ്മൾ വിട്ടൊന്നും കളയാൻ പോകുന്നില്ലല്ലോ, ചന്തുമോൾ ഇവിടെ തന്നെയാണല്ലോ വളരേണ്ടത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നേ. പിന്നീട് ജയനാണെങ്കിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശാണെങ്കിൽ വന്നിട്ട് പറയുകയാണ് അമ്മയുടെ ദേഷ്യവും വെറുപ്പും ഒന്നും മാറിയില്ലല്ലോ. ജയൻ പറയുന്നുണ്ടായിരുന്നു അയാളുടെ ദേഷ്യം വെറുപ്പിനേക്കാളും ഏറ്റവും കൂടുതൽ വിഷമമാണ് ഉള്ളത്. അപ്പോൾ അജയനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയുന്നത് ചന്തുമോൾ അവിടെ തന്നെ വളർന്നോട്ടെ എന്ന രീതിയിലാണ്. അജയനാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് നീ സത്യത്തിൻ്റെ പുറകെ പോകാത്തത് എന്ന്, സത്യത്തിൻ്റെ പുറകെ പോയെങ്കിൽ അത് തെളിയുമായിരുന്നല്ലോ എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് ആര് പറഞ്ഞു സത്യത്തിൻ്റെ പുറകെ പോയിട്ടില്ല എന്ന്, ഇതിൻ്റെ പിറകിൽ എന്തോ ഒരു വലിയ ചതി നടന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്ന്. അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു അനികയുടെ വീട്ടിൽ നിങ്ങൾ പോയപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു കുറുക്കൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അതെ അവൻ കൂടെ ഉണ്ടായിരുന്നു, തിരിച്ചു വരുന്ന സമയത്ത് അവൻ പറഞ്ഞു എൻ്റെ കുട്ടിയെന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞ, അവിടെയാണ് എനിക്കൊരു സംശയം ഉണ്ടായത്. അജയനും ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ത്യാഗം അവൻ ചെയ്യുമായിരുന്നു എന്ന്.
പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ആദ്യമായിട്ട് കണ്ട ഒരു പെൺകുട്ടിയുടെ കൂടെ എൻ്റെ ഫോട്ടോ എങ്ങനെ വന്നതെന്നും എനിക്കറിയത്തില്ല എന്ന്. ഇതിൻ്റെ പിന്നിലൊരു വലിയ ചതി നടന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് അജയനും ജയനും കൂടി ചന്തുമോളുടെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജാനകിക്കും ജലജയ്ക്കും നാമികയ്ക്കും ഒന്നും ചന്തുമോളെ ഇഷ്ടമല്ലല്ലോ. ഇനിയിപ്പോൾ ആരുടെ കുട്ടിയായാലും ഇവിടെ വളരുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മളും ചന്തുമോളെ അംഗീകരിച്ച് കഴിഞ്ഞല്ലോ. ജയൻ പറയുന്നുണ്ടായിരുന്നു, ആദർശിൻ്റെ മാന്യത കളയാൻ വേണ്ടി ഇതാരോ കളിച്ച കളിയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അബി അങ്ങോട്ട് വരികയാണ്. ഇതും കേട്ടോണ്ട് അബീനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.